ഹായ് ആൾ എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിൻ്റെ സോഷ്യോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് പ്രോബ്ലംസ് ഓഫ് എൽഡർലി ആണ്. ഓക്കെ, അതായത് ഓൾഡ് ഏജ് പീരീഡിൽ വയസ്സാകുന്ന സമയത്ത് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, വ്യക്തികൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പ്രോബ്ലംസ് ഓഫ് എൽഡർലി. Every human being passes through various stages in his lifetime: infancy, childhood, adolescence, adulthood and old age. അപ്പോൾ എല്ലാ വ്യക്തികളും അവരുടെ ലൈഫിൽ അവരുടെ ഡെവലപ്മെൻ്റൽ സ്റ്റേജിൽ അതായത് കുട്ടിക്കാലം തൊട്ട്, ഇൻഫൻസി പീരീഡ് ആൻഡ് ചൈൽഡ്ഹുഡ് ആൻഡ് അതുപോലെ തന്നെ അഡോളസെൻസ്, അഡൽഹുഡ്, ഓൾഡ് ഏജ്, ഇങ്ങനെ പല ഡെവലപ്മെൻ്റൽ സ്റ്റേജസിലൂടെ കടന്നു പോകുന്നവരാണ് എല്ലാ വ്യക്തികളും. ഓക്കെ, സോ ഓൾഡ് പീപ്പിൾ ആർ കൺസിഡേർഡ് വോയ്സ് ആൻഡ് ദേ ആർ ദ കാരിയർ ആൻഡ് ട്രാൻസ്മിറ്റേഴ്സ് ഓഫ് ട്രഡീഷൻസ്. അപ്പോൾ ഈ ഓൾഡ് ഏജ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഡെവലപ്മെൻ്റൽ പീരീഡിലെ ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റേജാണ് എന്തെന്ന് പറയുന്നത് ഓൾഡ് ഏജ് എന്നുള്ളത്, അല്ലേ? ഓൾഡ് ഏജ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അവൻ കടന്നു പോകുന്ന ഡെവലപ്മെൻ്റൽ സ്റ്റേജിലെ ഏറ്റവും അവസാനത്തെ ഘട്ടമാണ് ഓൾഡ് ഏജ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓൾഡ് പീപ്പിൾ ആർ കൺസിഡേർഡ് വോയ്സ് ആൻഡ് ദേ ആർ ദ കാരിയേഴ്സ് ആൻഡ് ട്രാൻസ്മിറ്റേഴ്സ് ഓഫ് ട്രഡീഷൻസ്. അപ്പോൾ ഓൾഡ് പീപ്പിൾ എന്ന് പറയുന്നത്, അതായത് വയസ്സായവർ അവർ ഒരുപാട് അറിവുകളൊക്കെ സമ്പാദിച്ചിട്ടുള്ളവരാണ്, അതായത് അനുഭവ സമ്പത്തൊക്കെ ഉള്ള ആൾക്കാരാണ്, അല്ലേ? അതായത് ഇത്രയും നാളത്തെ അവരുടെ ജീവിത അനുഭവം കൊണ്ട് പല കാര്യങ്ങളിലും വളരെ നല്ല അറിവും ബുദ്ധിയൊക്കെ മീൻസ് ഒരു വൈഡായിട്ടുള്ള ഒരു നോളജ് പല കാര്യങ്ങളെക്കുറിച്ചിട്ടും സൊസൈറ്റിയിലെ പല കാര്യങ്ങളെക്കുറിച്ചിട്ടും അറിവുള്ള വ്യക്തികളാണ് ആരെന്ന് പറയുന്നത് ഓൾഡ് പീപ്പിൾ, അല്ലെങ്കിൽ വയസ്സായ ആൾക്കാർ എന്നുള്ളത്. ഓക്കെ, സോ ഇവരാണ് ഈ ഓൾഡ് പീപ്പിളാണ് നമ്മുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ട്രഡീഷൻസ്, ആ കൾച്ചറൊക്കെ വരും തലമുറയിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ഭാഗക്കാരാണ് ആര്? ഓൾഡ് പീപ്പിൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓൾഡ് പീപ്പിൾ ആർ കൺസിഡർഡ് വോയ്സ് ആൻഡ് ദേ ആർ ദ കാരിയർ ആൻഡ് ട്രാൻസ്മിറ്റേഴ്സ് ഓഫ് ട്രഡീഷൻസ്. ഓക്കെ, ഏജിങ് ഈസ് എ കണ്ടിന്യൂവസ് ആൻഡ് ഇറവസിബിൾ യൂണിവേഴ്സൽ പ്രോസസ്സ് which starts from conception till the death of an individual. അപ്പോൾ ഏജിങ് എന്ന് പറയുന്നത്, അതായത് വയസ്സാവുക എന്ന് പറയുന്നത്, അതെന്ന് പറയുന്നത് ഒരു പ്രകൃതിയാൽ സംഭവിക്കുന്ന ഒരു നാച്ചുറൽ ഫിനോമിനയാണ്, അല്ലേ? ഒരു വ്യക്തി ജനിച്ചു കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയും തോറും അവൻ്റെ പ്രായം വർദ്ധിച്ചു വരുന്നു, അല്ലേ? പ്രായം കൂടി വരെ അങ്ങനെ ഓൾഡ് ഏജിലൊക്കെ എത്തും. ഓക്കെ, സോ അപ്പോൾ അത് നാച്ചുറലി ഇങ്ങനെ സംഭവിക്കുന്നതാണ്. അത് ഒരു കണ്ടിന്യൂവസ് ആൻഡ് ഇറിവേഴ്സിബിൾ ആൻഡ് യൂണിവേഴ്സൽ പ്രോസസ് ആണ്. അത് എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെയാണല്ലേ. ഇപ്പോൾ ഇന്ത്യയിൽ ജനിച്ചിരുന്നാലും, ഇപ്പോൾ USA ജനിച്ചിരുന്നാലും, എവിടെ ജനിച്ചിരുന്നാലും, ലോകത്ത് എവിടെ ജനിച്ചിരുന്നാലും ഏതൊരു വ്യക്തി അവൻ ജനിച്ച് ഓരോ ദിവസം കഴിയുന്തോറും അവൻ്റെ പ്രായം വർദ്ധിച്ചു വരികയാണ് ചെയ്യുക, അല്ലേ? ഓക്കെ. However, the age at which one's productive contributions declines and one tend to be economically dependent can probably be treated as the onset of the aged stage of life. അപ്പോൾ എന്നിരുന്നാലും ഈ ഏജ്ഡ് അല്ലെങ്കിൽ ഏജിങ് പീരീഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൾഡ് ഏജ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പ്രൊഡക്ടിവിറ്റി, അവൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയുന്ന, അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് കോൺട്രിബ്യൂഷൻ കുറയുന്ന ഒരു പീരീഡാണ് എന്ന് മനസ്സിലാക്കാം. ആൻഡ് അതുപോലെ തന്നെ എക്കണോമിക്കലി ഡിപ്പെൻഡബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഓൾഡ് ഏജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൽഡർ പീപ്പിൾ എന്തായിരിക്കും, അല്ലെങ്കിൽ ഓൾഡ് ഏജിൽ എത്തുന്ന വ്യക്തികൾ അവരുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് കോൺട്രിബ്യൂഷൻ അവിടെ കുറയാണ്. ആൻഡ് അതുപോലെ തന്നെ അവർ എക്കണോമിക്കലി ഡിപ്പെൻഡൻ്റ് ആണ്. മീൻസ് അവരുടെ കുട്ടികളെയോ ആരെങ്കിലും അല്ലെങ്കിൽ കൊച്ചുമക്കളെയൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് ഓൾഡ് ഏജിലേക്ക് എത്തുമ്പോഴത്തേക്കും വ്യക്തികൾ ഫേസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇത് ഓൾഡ് ഏജിൻ്റെ ഒരു സവിശേഷതയാണ്, അല്ലെങ്കിൽ ഓൾഡ് ഏജിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം. പ്രൊഡക്ടിവിറ്റി കോൺട്രിബ്യൂഷൻസ് ഡിക്ലൈൻസ്. ഓൾഡ് ഏജ് എത്തുമ്പോഴത്തേക്കും ഒരു വ്യക്തിയുടെ പ്രൊഡക്ടിവിറ്റി കോൺട്രിബ്യൂഷൻ കുറയുന്നു ആൻഡ് എക്കണോമിക്കലി ഡിപ്പെൻഡബിൾ ആകുന്നു എന്നുള്ളതാണ്. ആൻഡ് നാഷണൽ എൽഡർലി പോളിസി ഡിഫൈൻസ് പേഴ്സൺ ഓഫ് 60+ ഏജ് ഗ്രൂപ്പ് ആസ് എൽഡർലി. അപ്പോൾ നാഷണൽ എൽഡർലി പോളിസി പ്രകാരം 60ഉം അതിന് മുകളിലുള്ള പ്രായക്കാർ, അല്ലെങ്കിൽ 60 വയസ്സ് അതിന് മുകളിലുള്ള ആൾക്കാർ ഓൾഡ് പീപ്പിൾ അല്ലെങ്കിൽ എൽഡർ പീപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ വയസ്സായ അല്ലെങ്കിൽ വൃദ്ധജനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ആൻഡ് ഹൂ ഈസ് എ സീനിയർ സിറ്റിസൺസ്. അപ്പോൾ ഓൾഡ് പീപ്പിളിനെ അല്ലെങ്കിൽ എൽഡർ പീപ്പിളിനെ നമ്മുടെ ഇന്ത്യയിൽ അവർക്ക് സീനിയർ സിറ്റിസൺസ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ, ഒരു പദവി കൊടുത്താണ് അവരെ ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞിരുന്നാലും ഇപ്പോൾ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു റിസർവേഷൻസ്, അവർക്ക് വേണ്ടിയിട്ടൊരു പ്രാതിനിധ്യം കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് ഒരു പരിഗണന കൊടുക്കുന്ന പോലെ സീനിയർ സിറ്റിസൺസിനും 60 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺസിന്, 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കും സീനിയർ സിറ്റിസൺസ് എന്ന് പറയുന്ന ഒരു പദവി നമ്മുടെ ഇന്ത്യയിൽ കൊടുക്കാറുണ്ട്, അല്ലേ? അതായത് ചിലപ്പോൾ
റെയിൽവേ സ്റ്റേഷൻസിലൊക്കെ പോകുമ്പോഴത്തേക്ക് സീനിയർ സിറ്റിസൺസിന് അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പരിഗണന. ആൻഡ് അതുപോലെ തന്നെ ചില ഹോസ്പിറ്റൽസിലൊക്കെ ക്യൂ നിൽക്കുമ്പോഴത്തേക്കും സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ക്യൂ സിസ്റ്റം, ഒരു എന്താ ഒരു സെപ്പറേറ്റ് അവർക്ക് വേണ്ടിയിട്ട് അവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിക്ക്, അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കുള്ള ഒരു പരിഗണന നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ പലയിടങ്ങളിലും കൊടുക്കാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. ആൻഡ് അക്കോർഡിംഗ് ടു ദ നാഷണൽ എൽഡർലി പോളിസി, ദ സീനിയർ സിറ്റിസൺ ഈസ് ദ ഇന്ത്യൻ സിറ്റിസൺ ഹു ഹാസ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 60 years or above. അപ്പോൾ എന്താണ് നാഷണൽ എൽഡർലി പോളിസി പ്രകാരം, നാഷണൽ എൽഡർലി പോളിസി പ്രകാരം സീനിയർ സിറ്റിസൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. ഇന്ത്യൻ സിറ്റിസൺസ് ഹു ഹാസ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 60 years or above, 60 അതിൽ മുകളിലോ പ്രായമായിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൺസിനെയാണ് സീനിയർ സിറ്റിസൺസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ സിറ്റിസൺസ് ഹു ഹാസ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 60 years or above. ഓക്കെ. And the social defense divisions of the Ministry of Social Justice and Empowerment aim to ensure equitable treatment of the senior citizens besides victim of alcoholism and substance abuse, transgender persons and destitute. അപ്പോൾ എന്താണ് സോഷ്യൽ ഡിഫൻസ് ഡിവിഷൻ ഓഫ് ദ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ്. ഓക്കെ. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് കീഴിൽ സീനിയർ സിറ്റിസൺസിനും അതുപോലെ തന്നെ ആൽക്കഹോൾ വിക്ടിംസ്, സീനിയർ സിറ്റിസൺ ആൽക്കഹോൾ വിക്ടിംസ് ആൻഡ് അതുപോലെ തന്നെ ആൽക്കഹോൾ വിക്ടിംസ് ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസ് ആൻഡ് ട്രാൻസ്ജെൻഡേഴ്സ് പേഴ്സൺസ്, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചില പോളിസീസും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ചില പോളിസീസ് പ്രോഗ്രാംസുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നടപ്പിലാക്കുന്നത് ആരാണ്? സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് മിനിസ്ട്രിയാണ്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ എൽഡർ പീപ്പിളിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആൽക്കഹോൾ മറ്റ് ഡ്രഗ് അബ്യൂസ് വിക്ടിംസിന് വേണ്ടിയിട്ടും ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ചില പ്രോഗ്രാംസുകൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ചില പരിപാടികളൊക്കെ കണ്ടക്ട് ചെയ്ത് നടത്തുന്നത് ഈ ഒരു മിനിസ്ട്രിയാണ്. ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. Okay. And the Ministry of Social Justice and Empowerment develop and implements act policies and programs for the welfare of senior citizens in collaborations with the states or UTs. അതായത് യൂണിയൻ ടെറിട്ടറീസിലും ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സിലും യൂണിയൻ ടെറിട്ടറീസിലും ഒക്കെ ഉള്ള സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ആൽക്കഹോൾ അഡിക്ട്സിന് അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടൊക്കെയുള്ള പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്ത് നടപ്പിലാക്കുന്നത് ദ മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഈ മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പോളിസീസ് പ്രോഗ്രാംസുകളൊക്കെ കണ്ടക്ട് ചെയ്ത് നടപ്പിലാക്കാറുണ്ട്. ഇവിടെ ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സുകളിലും യൂണിയൻ ടെറിട്ടറീസിലുമൊക്കെ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസുകളും പോളിസീസൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നടപ്പിലാക്കുന്നത് ആരാണ്? സോഷ്യൽ ജസ്റ്റിസ് എംപവർമെൻറ്റ് മിനിസ്ട്രിയാണ്. മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ആണ് എന്ന് നോക്കുക. ക്ലിയർ? ആൻഡ് നമുക്കിനി നോക്കാനായിട്ട് പോകുന്നത് ഈ പ്രോബ്ലം ഓഫ് എൽഡർലിയുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ എൽഡർ പീപ്പിളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില കോൺസെപ്റ്റുകൾ, ചില ടേംസുകളാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഓക്കെ. അതായത് ഇപ്പോൾ ജെറൻറ്റോളജി, ജെറിയാട്രിക്സ്, അതൊക്കെ അതുപോലുള്ള ചില കോൺസെപ്റ്റുകളെ കുറിച്ച് നമുക്ക് നോക്കാം. ഇപ്പോൾ ജെറൻറ്റോളജി ഇത് പ്രീവിയസ്ലി ICDSന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ജെറൻറ്റോളജി അത് ഓർത്തിരിക്കുക. ആൻഡ് ജെറൻറ്റോളജി ഈസ് ദ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഓൾഡ് ഏജ് ഓർ ഏജിങ്. അപ്പോൾ ഓൾഡ് ഏജിനെ കുറിച്ച് സ്റ്റഡി നടത്തുന്ന അല്ലെങ്കിൽ പഠനം നടത്തുന്ന അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജിനെ കുറിച്ചിട്ടുള്ളൊരു പഠന ശാസ്ത്രശാഖയാണ് ജെറൻറ്റോളജി എന്ന് നമുക്ക് പറയാം. ഓക്കെ. ഇറ്റ്സ് എ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഓൾഡ് ഏജ് ഓർ ഏജിങ്. ഇറ്റ്സ് എ സയൻസ് ദാറ്റ് ഡീൽ വിത്ത് ദ സ്റ്റഡി ഓഫ് ഓൾഡ് ഏജ് ഓർ ഏജിങ്. ഓക്കെ. ഓൾഡ് ഏജിനെ അല്ലെങ്കിൽ ഏജിങ് പീപ്പിളിനെ കുറിച്ച് അല്ലെങ്കിൽ ഏജിങ് പീരീഡിനെ കുറിച്ചിട്ട് പഠനം നടത്തുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ഈ ജെറൻറ്റോളജി എന്ന് നമുക്ക് പറയാം. ആൻഡ് ജെറിയാട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ജെറിയാട്രിക്സ് ഈസ് ദാറ്റ് ഏരിയ ഓഫ് മെഡിക്കൽ പ്രാക്ടീസ് വിച്ച് ഡീൽസ് വിത്ത് ട്രഡീഷൻസ്. അതായത് ഓൾഡ് ഏജ് പീപ്പിളിന് വേണ്ടിയിട്ട് ട്രഡീഷൻസ്, പാരമ്പര്യമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്
ഓൾഡ് ഏജ് പീപ്പിളിന് കൊടുക്കുന്ന ഒരു മെഡിക്കൽ പ്രാക്ടീസിനെ അറിയപ്പെടുന്ന പേരാണ് ജെറിയാട്രിക്സ്. ഓക്കെ, അപ്പോൾ ജെറൻഡോളജി എന്നാൽ എന്താണ്, ജെറിയാട്രിക്സ് എന്നാൽ എന്താണെന്നുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ജെറൻഡോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓൾഡ് ഏജ് അല്ലെങ്കിൽ ഏജിങ് പീരീഡിനെ കുറിച്ചിട്ട് നടത്തുന്ന ഒരു ഇറ്റ്സ് എ സയൻസ് ദാറ്റ് ഡീൽ വിത്ത് ദ സ്റ്റഡി ഓഫ് ഓൾഡ് ഏജ് ഓർ ഏജിങ്. ഓക്കെ, ഇപ്പോൾ ഓൾഡ് ഏജ് അല്ലെങ്കിൽ ഏജിങ് പീപ്പിളിനെ കുറിച്ച് നടത്തുന്ന ഒരു പഠനമാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജെറൻഡോളജി എന്ന് പറയുന്നത്. ജെറിയാട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതൊരു മെഡിക്കൽ പ്രാക്ടീസാണ്, ഓൾഡ് ഏജ് പീപ്പിളിന് വേണ്ടി നടത്തുന്ന ഒരു മെഡിക്കൽ പ്രാക്ടീസാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ആൻഡ് സിൽവർ എക്കോണമി, അപ്പോൾ ഇതും ഓൾഡ് ഏജ് പീപ്പിളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് സിൽവർ എക്കോണമി. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് പ്രൊഡ്യൂസിങ്, ഡിസ്ട്രിബ്യൂട്ടിംഗ് ആൻഡ് കൺസ്യൂമിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ദ ഗോൾ ഓഫ് യൂട്ടിലൈസിങ് ദ പർച്ചേസിംഗ് പവർ ഓഫ് ഓൾഡർ ആൻഡ് എൽഡർലി പീപ്പിൾ ആൻഡ് മീറ്റിംഗ് ദെയർ കൺസെപ്ഷൻസ് ആൻഡ് ലിവിങ് ആൻഡ് ഹെൽത്ത് നീഡ്സ്. അപ്പോൾ ഓൾഡ് ഏജിലുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ എന്താണ് എൽഡർ പീപ്പിൾസിൻ്റെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഹെൽത്ത് നീഡ്സ്, അവരുടെ എന്താണ് ലിവിങ്, അതായത് ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ, അവരുടെ കൺസെപ്ഷൻസ്, ഇതെല്ലാം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഓൾഡ് ഏജ് പീപ്പിളിൻ്റെ അവരുടെ ആവശ്യങ്ങൾ, അവരുടെ നീഡ്സൊക്കെ ഹെൽത്ത്, ലിവിങ് ആൻഡ് കൺസെപ്ഷൻ നീഡ്സുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ഈ ഓൾഡ് ഏജ് പീപ്പിളിൻ്റെ തന്നെ അവരുടെ ഒരു പർച്ചേസിങ് പവറിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഓൾഡ് ഏജിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക, എന്താണ് ഗുഡ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ സിൽവർ എക്കോണമി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് പ്രൊഡ്യൂസിങ്, ഡിസ്ട്രിബ്യൂട്ടിംഗ് ആൻഡ് consuming goods and services with the goal of utilizing the purchasing power of older and elder people and meeting their consumption, living and health needs. ഓക്കെ, അപ്പോൾ എന്താണ് സിൽവർ എക്കോണമി എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. ആൻഡ് ജെറൻ ടെക്നോളജി എന്നാണ്. ജെറൻ ടെക്നോളജി എന്നാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ജെറൻ ടെക്നോളജീസ് encompasses a wide range of technical systems and solutions designed to assist the elderly and or their caregivers with the basic daily task. അതായത് ഓൾഡർ പീപ്പിളിന് അല്ലെങ്കിൽ എന്താണ് എൽഡർ പീപ്പിളിന് അവരുടെ ഒരു എൽഡർ ഏജ് എത്തുമ്പോഴത്തേക്ക് അവർക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പല ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവരുടെ കാര്യങ്ങളായിട്ട് ബാങ്കിങ് സിസ്റ്റംസ് അതൊക്കെ അതുപോലെ തന്നെ പല ടെക്നോളജീസ് ഒന്നും യൂസ് ചെയ്യാൻ അവർക്ക് അറിയത്തില്ല. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആൻഡ് അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇവർക്ക് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഓൾഡ് ഏജിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൽഡർ പീപ്പിളിന് വേണ്ടിയിട്ട് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ സിസ്റ്റം, ഒരു ടെക്നിക്കൽ സിസ്റ്റമായിട്ട് നമുക്ക് എന്താ ജെറൻ ടെക്നോളജിയെ പറയാം. ഓക്കെ, അതായത് ഓൾഡ് ഏജിലുള്ള വ്യക്തികൾ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. അതെങ്ങനെയാണ്? ഒരു ടെക്നിക്കൽ സിസ്റ്റത്തിലൂടെ അല്ലേ. അതായത് അവരുടെ പ്രശ്നങ്ങളെല്ലാം ഒരു ഏകീകൃതമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ടെക്നിക്കൽ സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. ആൻഡ് ആ ഒരു ടെക്നിക്കൽ സിസ്റ്റംസ് യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഓൾഡ് ഏജിലുള്ള പീപ്പിൾസിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ്, പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക ഒക്കെ ചെയ്യുന്ന ഒരു ടെക്നിക്കൽ സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത് ജെറൻ ടെക്നോളജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ജെറൻ ടെക്നോളജി encompasses a wide range of technical systems and solutions designed to assist the elderly and their caregivers with the basic ഡെയിലി ടാസ്ക്. ഓക്കെ, ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ, അത് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയോജനങ്ങളെ എന്ത് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുന്ന ഒരു ടെക്നിക്കൽ സിസ്റ്റത്തെയാണ് നമ്മൾ ജെറൻ ടെക്നോളജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ഓഫ് എൽഡർലിയുമായി ബന്ധപ്പെടുത്തി എൽഡർ പീപ്പിളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില കോൺസെപ്റ്റുകൾ, ചില ടേംസുകളാണ് നമ്മൾ പഠിച്ചത്. എന്താണ് ജെറൻഡോളജി ആൻഡ് അതുപോലെ തന്നെ ജെറിയാട്രിക്സ്, സിൽവർ എക്കോണമി ആൻഡ് ജെറൻ ടെക്നോളജി. ഓക്കെ, അപ്പോൾ ഈ ജെറൻഡോളജി എന്ന് പ്രീവിയസ്ലി ICDS ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ടോപ്പിക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് എൽഡർ പീപ്പിളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില കോൺസെപ്റ്റുകൾ കൂടെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദ എൽഡർലി പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ എൽഡർ പോപ്പുലേഷൻസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ വയോജനങ്ങളുടെ ഒരു അവരുടെ എത്ര പെർസെൻറ്റേജ് ഇന്ത്യൻ പോപ്പുലേഷൻ്റെ എത്ര പെർസെൻറ്റേജ് വയോജനങ്ങളുണ്ട്, അവരുടെ ഒരു സിറ്റുവേഷൻ ഇന്ത്യയിൽ എങ്ങനെയാണ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നുവരെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നോക്കിയത്. പ്രോബ്ലം ഓഫ് എൽഡർലിയുമായി ബന്ധപ്പെടുത്തി എൽഡർ പീപ്പിൾ മീൻസ് എൽഡർ പീപ്പിളിനെ കുറിച്ചിട്ട്, അതുപോലെ തന്നെ ഇന്ത്യയിൽ സീനിയർ സിറ്റിസൺസ്, ഇന്ത്യയിലെ എൽഡർ പീപ്പിളിനെ സീനിയർ സിറ്റിസൺ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അത് നമ്മൾ നോക്കി. ആൻഡ് അതുപോലെ തന്നെ എൽഡർ പീപ്പിളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില കോൺസെപ്റ്റുകളെ കുറിച്ച് കൂടി നമ്മൾ നോക്കി.
നോക്കി. ആൻഡ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ദ എൽഡർലി പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ എൽഡർലി ഇൻഡെക്സ് മെൻഷൻ സം ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ദ എൽഡർലി പോപ്പുലേഷൻ ഇൻ ഇന്ത്യ. ഇറ്റ് ഈസ് കീ ഫൈൻഡിങ് ആണ്. അതായത് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് എൽഡർലി ഇൻഡെക്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് എൽഡർലി ഇൻഡെക്സ് പ്രകാരം എന്താണ് ഇന്ത്യയിലെ വയോജനങ്ങളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ വയോജനങ്ങളുടെ ജനസംഖ്യയെക്കുറിച്ചിട്ടൊക്കെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തത് ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് എൽഡർലി ഇൻഡെക്സ് പ്രകാരമാണ്. സോ ഈ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യ ഈസ് കറൻ്റ്ലി എൻജോയിങ് ദ ഡെമോഗ്രഫിക് ഡിവൈഡൻറ്റ്, ബട്ട് ദ ഏജ് ഗ്രൂപ്പ് എബോവ് ദ ഏജ് ഓഫ് 65 വിൽ ബിക്കം ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഏജ് ഗ്രൂപ്പ് ബൈ 2015. അപ്പോൾ എന്താണ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് എൽഡർലി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയിലെ വയോജനങ്ങളുടെ ഒരു എന്താണ് അവരുടെ റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വയോജനങ്ങളുടെ പോപ്പുലേഷനിൽ വയോജനങ്ങളുടെ ഒരു പങ്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് വർദ്ധിച്ചു വരുന്നതായിട്ട്, ഓക്കെ, അല്ലെങ്കിൽ എന്താ വയോജനങ്ങളുടെ ജനസംഖ്യ വർദ്ധിച്ചു വരുന്നതായിട്ട് എന്താണ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് എൽഡർലി ഇൻഡെക്സ് പ്രകാരം നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദ ഏജ് ഓഫ് 60 വിൽ ബിക്കം എബോവ് ദ ഏജ് ഓഫ് 65 വിൽ ബിക്കം ദ ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് ഏജ് ഗ്രൂപ്പ് ബൈ 2050. 2050 ആകുമ്പോഴേക്കും 65 വയസ്സിന് മേലുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ ആൾക്കാരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് അത് വളരെ കൂടുതലായിരിക്കുമെന്ന് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ എൽഡർലി ഇൻഡെക്സ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാം കഴിയും, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡെക്സിൻ്റെ കണക്കുകൾ പ്രകാരം നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഓക്കെ, ദ ഷെയർ ഓഫ് എൽഡേഴ്സ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ പോപ്പുലേഷൻ ഇൻ ദ കൺട്രി ഈസ് എക്സ്പെക്റ്റഡ് ടു ഇൻക്രീസ് ഫ്രം അറൌണ്ട് 7.5% in 2001 and to almost 12.5% by 2026 and surpass 19.5% by 2050. അപ്പോൾ ഈ എൽഡർ പീപ്പിളിൻ്റെ ഒരു ജനസംഖ്യ അല്ലെങ്കിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2001 ടോട്ടൽ പോപ്പുലേഷൻ്റെ 7.5% ആയിരുന്നു. ആൻഡ് ആൾമോസ്റ്റ് 2026 ആകുമ്പോഴേക്കും എന്താണ് അത് 12.5% മാറും എന്നാണ് കണക്കുകൾ ഈ ഒരു ഇൻഡെക്സ് പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. ആൻഡ് 2050 ആകുമ്പോഴേക്കും അത് 19.5% മാറും. എന്ത് എൽഡർ പീപ്പിളിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ എൽഡർ പീപ്പിളിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2050 ആകുമ്പോൾ അത് 19.5% വർദ്ധിക്കുമെന്നാണ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ എൽഡർലി ഇൻഡെക്സ് പ്രകാരം നമുക്ക് ആ ഒരു ഇൻഡെക്സിലെ കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഓക്കെ, ആൻഡ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൾഡ് ഏജ് പീപ്പിൾ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഓൾഡ് ഏജ് പീപ്പിളിൻ്റെ അല്ലെങ്കിൽ ഓൾഡ് ഏജിലുള്ള സവിശേഷതകൾ, അതിൻ്റെ ഓൾഡ് ഏജിൻ്റെ സവിശേഷത അല്ലെങ്കിൽ ഓൾഡ് ഏജ് പീപ്പിളിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, ഓൾഡ് ഏജ് ഈസ് എ പീരീഡ് ഓഫ് ഡിക്ലൈൻ. ഇത് ഒരു പീരീഡ് ഓഫ് ഡിക്ലൈൻ ആണ് നമുക്ക് പറയാം. ഓൾഡ് ഏജ് എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ഡിക്ലൈൻ ആണ് നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? During the old age, physical and decline in intellectual activity, social activity and physical health, people who have low motivation and poor health concept decline faster than who have higher ability. ഓക്കെ, ഇപ്പോൾ ഓൾഡ് ഏജ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ പീരീഡ് ഓഫ് ഡിക്ലൈൻ ആണെന്ന് പറയുന്നത്. അതായത് സോഷ്യൽ ആക്ടിവിറ്റി, അവരുടെ മെൻ്റൽ ആക്ടിവിറ്റി, ഫിസിക്കൽ ആക്ടിവിറ്റി, ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി എല്ലാം കുറയുന്ന ഒരു സ്റ്റേജാണ്, ഒരു ഡെവലപ്മെൻ്റൽ സ്റ്റേജാണ് ഓൾഡ് ഏജ് അല്ലേ. നമുക്ക് വയസ്സാകുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, നമ്മുടെ ശക്തിയൊക്കെ കുറയും അല്ലേ. അതുപോലെ തന്നെ എന്താണ് സാമൂഹികപരമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ, വയസ്സാകുമ്പോഴത്തേക്ക് സാമൂഹികപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ കുറയും അല്ലേ. റിട്ടയർമെൻറ്റ് പീരീഡാണ് അല്ലേ. റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവരെന്താ ജോലിക്ക് പോകുന്നില്ല, വീട്ടിൽ നിന്ന് പുറത്ത് വലുതായിട്ട് പോകുന്നില്ല, അവരുടെ സോഷ്യൽ ആക്ടിവിറ്റിയൊക്കെ അവിടെ കുറയുന്നു. അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ മോശമാകുന്നു, ഫിസിക്കൽ സ്ട്രെങ്ത് ഒക്കെ കുറയുന്നു. അതുപോലെ തന്നെ അവരുടെ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റിയൊക്കെ നഷ്ടപ്പെടുക, ഓർമ്മശക്തിയൊക്കെ കുറയുന്നു. അതുപോലെ ഇതെല്ലാം ഒരു ഡിക്ലൈൻ സ്റ്റേജാണ് നമുക്ക് പറയാം. എല്ലാം കുറയുന്ന ഒരു സ്റ്റേജ് അല്ലേ. എന്താ ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി കുറയാണ്, സോഷ്യൽ ആക്ടിവിറ്റി കുറയാണ്, ഫിസിക്കൽ ആക്ടിവിറ്റി, ഹെൽത്ത് സ്റ്റാറ്റസ് ഒക്കെ കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാറുണ്ട്. ഓക്കെ, സോ അത് തന്നെയാണ് എന്താ ഓൾഡ് ഏജ് പീപ്പിളിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് എ ഡിക്ലൈൻ ഇൻ intellectual activity, social activity and physical health. Okay, നെക്സ്റ്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. അപ്പോൾ എന്താണ് രണ്ടാമതായിട്ട് പറയുന്ന ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ആണ്. ദർ ആർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ ഏജിങ്.
ഓക്കെ, സം ഡിക്ലൈൻ ഏർലി ആസ് അതേഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു എൽഡർ പീപ്പിളിൻ്റെ എന്താ ഇൻഡിവിജ്വൽ ഡിഫറൻസിയേഷൻസ് കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ്സ് എ പീരീഡ് ഓഫ് ഡിക്ലൈൻ ആണെന്ന് പറഞ്ഞു. അതായത് എല്ലാം ഇൻ്റലക്ച്വൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിസിക്കൽ, അതുപോലെ തന്നെ സോഷ്യൽ, എല്ലാ തരത്തിലുമുള്ള എന്താണ് അവരുടെ ഹെൽത്ത് ഒക്കെ എന്ത് ചെയ്യുക, ഡിക്ലൈൻ ചെയ്യുന്നൊരു പീരീഡാണ് ഓൾഡ് ഏജ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, പക്ഷേ ഇത് എല്ലാ വ്യക്തികളിലും ഒരേപോലെയാണോ? അല്ലല്ലേ. ഇപ്പോൾ എന്താ യങ് ആയിട്ടുള്ളവർക്കിടയിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, വയ്യാത്ത അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ഓക്കെ, നമുക്കതൊരു ഒരു ട്രൂത്താണ് അല്ലേ, നമുക്ക് കോമൺലി അറിയാമെന്നുള്ള കാര്യമാണ്. സോ അതുപോലെ തന്നെ എന്താണ് ഓൾഡ് ഏജ് പീപ്പിളിൽ, അതായത് വയോജനങ്ങൾക്കിടയിലും എന്താണ് ഹെൽത്തി മീൻസ് വീക്കർ സെക്ഷനുണ്ട്, അല്ലെങ്കിൽ ഡിക്ലൈൻ, അതായത് എല്ലാ ആക്ടിവിറ്റീസും വീക്കായിട്ടുള്ള വിഭാഗമാണ് കൂടുതലുള്ളത്. എന്നാൽ അവർക്കിടയിലും എന്താണ് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, സോ ഇവിടെ എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് നമുക്ക് കാണാനായിട്ട് കഴിയും, അതായത് വ്യക്തിപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പോൾ 65 വയസ്സിന് മേളിലുള്ള ഒരാൾ, ഓക്കെ, അദ്ദേഹം 65-70 വയസ്സിനുള്ള ഒരാൾ, അദ്ദേഹം ഭയങ്കര ഒരുപാട് അസുഖങ്ങളൊക്കെ ബാധിച്ചിട്ടുള്ള ഒരാളാണ്, ഹെൽത്ത് വൈസ് ഭയങ്കര വീക്കാണ്, ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഒട്ടും ആരോഗ്യമൊന്നും ഇല്ലാത്ത, ഫിസിക്കൽ സ്ട്രെങ്ത് ഒന്നും ഇല്ലാത്ത ഒരാളാണ്, ഓർമ്മ കുറവുണ്ട്, ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ചില, അതായത് ഒരു പീരീഡ് ഓഫ് ഡിക്ലൈനിൽ കഴിയുന്ന ഒരാളാണ്. ഓക്കെ, പക്ഷേ നമ്മൾ വേറൊരാളെ എടുക്കുകയാണ്, അദ്ദേഹം നല്ല ഹെൽത്തിയാണ്, 65 വയസ്സിന് ശേഷവും പല ജോലിക്കും പോകുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടില്ലേ? മീൻസ് കാർഷിക തൊഴിലൊക്കെ ചെയ്യുന്ന, മീൻസ് കൃഷിയിടങ്ങളിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ, കുറച്ച് ഏജ് ആയിട്ടുള്ള അപ്പൂപ്പന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഓക്കെ, സോ അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. സോ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത് എന്താണ്, ഈ എൽഡർ പീപ്പിളിൻ്റെ ഒരു, അല്ലെങ്കിൽ പീരീഡ് ഓഫ് ഓൾഡ് ഏജ്, അല്ലെങ്കിൽ ഓൾഡ് പീപ്പിളിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാം. ദർ ആർ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഇൻ ഏജിങ്, സം ഡിക്ലൈൻ ഏർലി ആസ് അതേഴ്സ്, സം ലുക്ക് ഓൾഡ് ആൻഡ് സം അതേഴ്സ് അറ്റ് 70 ക്യാൻ ബി ആക്റ്റീവ് ആൻഡ് ഹെൽത്തി. ഇപ്പോൾ കുറച്ച് പേര് നമുക്ക് 60 വയസ്സിന് മേളിലുള്ള ആൾക്കാരെ കുറച്ച് പേരൊക്കെ കാണുമ്പോഴത്തേക്ക് എന്താണ് അവർ ഓൾഡറാണ്, ഭയങ്കര വയസ്സായവരാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ ചിലരെ കാണുമ്പോൾ ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഒരു 60-70 വയസ്സായിട്ടും ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹെറിഡിറ്റി, എൻഡോൺമെൻറ്റ്സ്, ഡിഫറെൻറ്റ് സോഷ്യോ എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഇൻഫ്ലുവൻസ് ദ പ്രോസസ് ഓഫ് ഏജിങ്. അപ്പോൾ ഏജിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ആ ഒരു വാർദ്ധക്യത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ഏജിങ്ങിൽ ഹെറിഡിറ്ററി എൻഡോൺമെൻറ്റ്, അതായത് പാരമ്പര്യമായിട്ടുള്ള ചില ഫാക്ടേഴ്സ് കൂടെ വ്യക്തികളെ എഫക്റ്റ് ചെയ്യും ഓൾഡ് ഏജിൽ എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഷുഗർ ഉണ്ട്, ഇത് മീൻസ് ഹാർട്ട് ഇഷ്യൂസ്, അല്ലെങ്കിൽ എന്തെങ്കിലും മീൻസ് ഷുഗർ അതുപോലുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും അച്ഛനമ്മയ്ക്ക്. ഇത് പാരമ്പര്യമായിട്ട് എന്ത് ചെയ്യും, കുട്ടികൾക്ക് ലഭിക്കും അല്ലേ? അപ്പം ഇത് ഇവർ വയസ്സാകുമ്പോഴത്തേക്ക് ആ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യും, ഇവരെയും അതിങ്ങനെ പാരമ്പര്യമായിട്ട് ഇവരെയും അഫക്റ്റ് ചെയ്യും. അവർ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്ത് ചെയ്യും, ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പോൾ അവിടെ പാരമ്പര്യവും എന്ത് ചെയ്യാം, ഓൾഡ് ഏജിനെ അല്ലെങ്കിൽ ഏജിങ്ങിൽ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് കൂടെ മനസ്സിലാക്കിയിരിക്കുക. ആൻഡ് മൂന്നാമതായിട്ട് നമ്മൾ നോക്കാനായിട്ട് ഓൾഡ് ഏജ് പീപ്പിളിൻ്റെ സവിശേഷത എന്നുള്ളത്, ഓൾഡ് ഏജ് ഇസ് ഫിൽഡ് വിത്ത് മെനി സ്റ്റീരിയോ ടൈപ്സ്. അതായത് നമുക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കും യൂത്ത് അല്ലെങ്കിൽ യങ് ജനറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീരീഡാണ് അല്ലേ, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള, മീൻസ് നമുക്ക് ഒരു യങ് ഏജിലുള്ള വ്യക്തികളെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്, ലുക്ക് വൈസ് മീൻസ് ഒരു അപ്പിയറൻസ് ഒക്കെ ഉണ്ട്, കറക്റ്റായിട്ടുള്ള ഒരു അപ്പിയറൻസ് ഉണ്ട് ആൻഡ് അങ്ങനെയൊക്കെ. പക്ഷേ നമ്മുടെ തന്നെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഓൾഡ് ഏജ് ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും, അവരെ കാണാനായിട്ടൊക്കെ അത്ര ഭംഗി ഉണ്ടായിരിക്കില്ല, അവരുടെ സ്കിന്നൊക്കെ ചുളിഞ്ഞു പോകും, ആൻഡ് കാഴ്ചശക്തിയൊക്കെ കുറയും, ആൻഡ് അതുപോലെ തന്നെ മുടിയൊക്കെ കളറൊക്കെ ബ്ലാക്ക് കളറൊക്കെ മാറും, മുടിയൊക്കെ നരയ്ക്കും. അപ്പോൾ അങ്ങനെ അവർ കാണാൻ അഗ്ലിയാണ് എന്നുള്ളൊരു തോന്നൽ. ആൻഡ് എങ്ങെന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളൊരു സ്റ്റീരിയോ ടൈപ്പ്, ഒരു കാഴ്ചപ്പാട് നമ്മൾ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് ഓൾഡ് ഏജിൻ്റെ ഒരു സവിശേഷത, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാം. ഇറ്റ്സ് ജനറലി ബിലീവ് ദാറ്റ് യങ് ഈസ് ബ്യൂട്ടിഫുൾ ആൻഡ് ഓൾഡ് ഈസ് അഗ്ലി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ റോൾ ആൻഡ് സ്റ്റാറ്റസ്. അപ്പോൾ ഓൾഡ് ഏജിൽ എത്തുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ എൽഡർ പീപ്പിൾ അല്ലെങ്കിൽ എൽഡർ ഏജിലോട്ട് എത്തുമ്പോഴത്തേക്കും വ്യക്തികൾക്ക് എന്താണ് അവരുടെ റോള്, അവരുടെ സൊസൈറ്റിയിൽ അവർ ഇന്നുവരെ വഹിച്ചിരുന്ന അവരുടെ ഒരു സ്റ്റാറ്റസ്, അതെല്ലാം എന്ത് ചെയ്യപ്പെടും, മാറ്റം വരും അല്ലേ. ഓൾഡ് ഏജ് ബ്രിങ് അബൌട്ട് ചേഞ്ചസ് ഇൻ റോൾ ആൻഡ് സ്റ്റാറ്റസ്. ദേ സോഷ്യൽ സ്റ്റാറ്റസ് റെഡ്യൂസ് ഡ്യൂ ടു റിട്ടയർമെൻറ്റ് ആൻഡ് ഡിക്ലൈൻ ഓഫ് ഇൻകം. ഇൻ മെനി കേസസ് ദേ സ്റ്റേ അറ്റ് ഹോം ആൻഡ് വുഡ് ബി എക്സ്പെക്റ്റഡ് ടു ഇൻ ദ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിംഗ് ലുക്കിംഗ് ആഫ്റ്റർ ഗ്രാൻഡ് ചിൽഡ്രൻ.
അപ്പോൾ 60 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും എന്താ റിട്ടയർമെൻറ്റ് പീരീഡാണ് അല്ലേ. ഇപ്പോൾ പലതരത്തിലുള്ള ജോലിയൊക്കെ ചെയ്ത് മക്കൾക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ച അച്ഛനും അമ്മയാണ് 60 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവരെന്താ റിട്ടയർഡായി, അവർ ഓൾഡ് ഏജ് ആയി റിട്ടയർഡായി വീട്ടിലിരിക്കുകയാണ്. സോ അപ്പോൾ അതൊന്നും വരെ അവരെന്താണ് അവർ ജോലിക്ക് പോകുന്നു, ഓഫീസിൽ പോകുന്നു, അതുപോലെ തന്നെ എന്താണ് അവിടെ ആൾക്കാരുമായിട്ട് മിങ്കിളാകുന്നു, ഭയങ്കര ഒരു കമ്മ്യൂണിക്കേഷൻ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു സോഷ്യൽ ആക്ടിവിറ്റിയിലൊക്കെ അവർ നന്നായിട്ട് ഇടപഴകുമായിരുന്നു. സോ ഈ ഒരു 60 വയസ്സിന് ശേഷം റിട്ടയർമെൻറ്റ് പീരീഡിന് ശേഷം എന്ത് ചെയ്യുക, ഇവരുടെ ആക്ടിവിറ്റീസ്, ഇവരുടെ കമ്മ്യൂണിക്കേഷൻസ് അവിടെ കുറയാണ്, സോഷ്യൽ ആക്ടിവിറ്റീസ്, സോഷ്യൽ എന്താണ് ആക്ടിവിറ്റീസൊക്കെ അവിടെ കുറയുന്നു, അവർക്ക് സോഷ്യൽ ഒരു സമയപരമായിട്ടുള്ള ഇടപെടലുകൾ അവിടെ കുറയുന്നു. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് അവരുടെ ഒരു സ്റ്റാറ്റസ്, അവരുടെ റോള് എല്ലാം ചേഞ്ച് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, അതിന് വരെ വലിയ നല്ല എന്തെങ്കിലും ഓഫീസേഴ്സായിട്ടൊക്കെ എന്താണ് ഉദ്യോഗത്തിലിരുന്ന ആൾക്കാർ റിട്ടയർമെൻറ്റിന് ശേഷം എന്താണ് അവരുടെ ഗ്രാൻഡ് ചിൽഡ്രനെയൊക്കെ നോക്കി, അവരുടെ കൊച്ചുമക്കളെയൊക്കെ നോക്കി, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി എന്ത് ചെയ്യുക, വീട്ടിൽ ഒതുങ്ങി കൂടുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത് അല്ലേ. നമ്മുടെ സൊസൈറ്റിയിൽ കോമൺ ആയിട്ട് ഇങ്ങനെയാണ് കാണുന്നത്. സോ അവിടെ എന്താണ് ഇവരുടെ ഓൾഡ് ഏജിലോട്ട് എത്തുമ്പോഴത്തേക്കും എന്താണ് വ്യക്തികളുടെ റോള്, അവരുടെ ഒരു പദവി, സ്റ്റാറ്റസ് ഒക്കെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, മാറുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. സോ ചേഞ്ച് ഇൻ റോൾ ആൻഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഓൾഡ് ഏജ് പീപ്പിളിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഓൾഡ് ഏജ് ഇസ് പ്രിവിലേജ്ഡ് ഗ്രൂപ്പ്. ഓക്കെ, നെക്സ്റ്റ് 6ാമത്തെ പോയിന്റ് ആണ്. ഓക്കെ, ഓൾഡ് ഏജ് ഇസ് പ്രിവിലേജ്ഡ് ഗ്രൂപ്പ്. ഓക്കെ, ഇൻ ഇന്ത്യ ഓൾഡ് പീപ്പിൾ ആർ കൺസിഡേർഡ് സീനിയർ സിറ്റിസൺസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഓൾഡ് പീപ്പിളിനെ അല്ലെങ്കിൽ വൃദ്ധജനങ്ങളെ എന്താണ് സീനിയർ സിറ്റിസൺസ് എന്നാണ് കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്, അങ്ങനെയാണ് അവരെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സീനിയർ സിറ്റിസൺ എന്ന് കൺസിഡർ ചെയ്ത് അവർക്ക് അതിനുള്ളൊരു പരിഗണന നമ്മുടെ ഇന്ത്യയിൽ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ദേ റിസീവ് കൺസെഷൻ ഓൾമോസ്റ്റ് ഓൾ ഏരിയാസ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇവർക്ക് എന്താണ് പലതരത്തിലുള്ള കൺസെഷൻസ്, ഇളവുകളൊക്കെ എല്ലായിടങ്ങളിലും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇൻകം ടാക്സ് പേ ചെയ്യുമ്പോഴത്തേക്ക് സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് ടാക്സ് ഇളവുകളൊക്കെ കൊടുക്കാറുണ്ട്. അതിന് അതുപോലെ തന്നെ ട്രയലിലായിരുന്നാണ് സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കൺസെഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇന്ത്യയിൽ അത്തരത്തിലൊരു പ്രിവിലേജ്ഡ് ഗ്രൂപ്പായിട്ടാണ് ഓൾഡ് ഏജിലുള്ള വ്യക്തികളെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അവർക്കൊരു കൺസെഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പല സ്റ്റേറ്റ്സുകളും പല രീതിക്കാണ് ഈ ഓൾഡ് ഏജ് പീപ്പിളിനെ ട്രീറ്റ് ചെയ്യുന്നത്. പലതരത്തിലുള്ള കൺസെഷൻസ്, പ്രിവിലേജ് ഒക്കെ ആയിരിക്കും കൊടുക്കുക. ചില സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ ചില രാജ്യങ്ങളിൽ എന്താണ് ഓൾഡ് ഏജ് പീപ്പിളിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് അത്ര ഒരു ഇമ്പോർട്ടൻസ് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ അധികം ശ്രദ്ധിക്കപ്പെടാതെയൊക്കെ പോകാറുണ്ട് ചില രാജ്യങ്ങളിൽ. ഓക്കെ, പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഇന്ത്യയിൽ ഓൾഡ് ഏജ് പീപ്പിളിനെ സീനിയർ സിറ്റിസൺസ് എന്ന് പറയുന്ന ഒരു പദവി കൊടുത്ത് അങ്ങനെയാണ് അവരെ കൺസിഡർ ചെയ്യുന്നത്. അവർക്ക് വേണ്ട കൺസെഷൻസ് ഒക്കെ പല മേഖലകളിലും കൊടുക്കാറുണ്ട്. ഒരു പ്രിവിലേജ്ഡ് ഗ്രൂപ്പായിട്ടാണ് ഓൾഡ് ഏജ് പീപ്പിളിനെ എന്ത് ചെയ്യുക ഇന്ത്യയിൽ കൺസിഡർ ചെയ്യുന്നതെന്ന് ഓർക്കുക. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ പീരീഡ് ഓഫ് എൻജോയ്മെൻറ്റ്, റിലാക്സേഷൻ ആൻഡ് ഫാമിലി ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ എന്താണ്, ഇറ്റ്സ് എ പീരീഡ് ഓഫ് ഇറ്റ്സ് എ പീരീഡ് ഓഫ് എൻജോയ്മെൻറ്റ്, റിലാക്സേഷൻ ആൻഡ് ഫാമിലി ഇൻവോൾവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഓൾഡ് ഏജ് പീപ്പിൾ അല്ലെങ്കിൽ ഓൾഡ് ഏജിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു സവിശേഷത, ഓൾഡ് ഏജിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതെന്താണ്, ഇറ്റ്സ് എ പീരീഡ് വെയർ ഓൺ ജനറലി സ്പെൻഡ്സ് ടൈം ഇൻ റിലാക്സേഷൻ ആൻഡ് ഇൻ പെർസ്യൂയിങ് ഹിസ് ഓർ ഹർ ലെഷർ ടൈം ആക്ടിവിറ്റീസ്. അതായത് ഓൾഡ് ഏജ് എത്തുമ്പോഴത്തേക്കും റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞു, അപ്പോൾ ഭയങ്കര ഒരുപാട് ടൈമൊക്കെ കിട്ടുന്ന ഒരു പീരീഡാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, വീട്ടിലിരുന്ന് കുട്ടികളോട് കൊച്ചുമക്കളോടൊപ്പം ഒക്കെ കളിക്കുന്ന ഒരു റിലാക്സേഷൻ പീരീഡായിട്ട് നമുക്ക് ഈ ഓൾഡ് ഏജിനെ കൺസിഡർ ചെയ്യാം അല്ലേ. അപ്പോൾ എന്താണ്, ഇറ്റ്സ് എ ലെഷർ ടൈം ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ പല റിലാക്സേഷന് വേണ്ടിയിട്ട് കൊച്ചുമക്കളോടൊപ്പം ഒക്കെ പലതരത്തിലുള്ള ലെഷർ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുക, അതിന് കൊച്ചുമക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുക, ആ ഒരു അതായത് ഒരു എൻജോയ്മെൻറ്റ്, ഒരു റിലാക്സേഷൻ ഒരു സ്റ്റേജിലോ അല്ലെങ്കിൽ ആ ഒരു പീരീഡായിട്ട് നമുക്ക് ഓൾഡ് ഏജിനെ എന്ത് ചെയ്യാനായിട്ട് കഴിയും, കൺസിഡർ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, നെക്സ്റ്റ് അൺഫേവറബിൾ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ഓൾഡ് പീപ്പിൾ. അപ്പോൾ അടുത്തൊരു സവിശേഷത എന്ന് പറയുന്നത് അൺഫേവറബിൾ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ഓൾഡ് പീപ്പിൾ. ഇൻ ഇന്ത്യ ഓൾഡ് പീപ്പിൾ ആർ ട്രീറ്റഡ് വിത്ത് മോർ കൺസിഡറേഷൻ ആൻഡ് റെസ്പെക്ട്സ് വെൻ കമ്പയർഡ് ടു അതർ കൺട്രീസ് ഹു ആർ മെറ്റീരിയലിസ്റ്റിക് ആൻഡ് ലെസ് ട്രഡീഷൻ ബൗണ്ട്സ്. അപ്പോൾ ഇന്ത്യയിൽ ഓൾഡ് പീപ്പിളിനെ എങ്ങനെയാണ് അവർക്ക് പ്രത്യേക പ്രിവിലേജ്, ഒരു കൺസിഡറേഷനൊക്കെ കൊടുത്തുകൊണ്ട് വളരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ഓൾഡ് ഏജ് പീപ്പിളിനെ. ഓക്കെ, സോ ഇത് ഇവരോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, സോഷ്യൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പല രാജ്യങ്ങളിലും വ്യത്യസ്തമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അത് ഞാൻ നേരത്തെ പ്രിവിലേജ്ഡ് ഗ്രൂപ്പാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് മെൻഷൻ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ അതായത് പല രാജ്യങ്ങളിലും പല രീതിക്ക് ആണ് ഈ ഓൾഡ് ഏജ് പീപ്പിളിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ എന്താണ് അവർക്കൊരു പ്രത്യേക കൺസിഡറേഷനൊക്കെ കൊടുത്തുകൊണ്ടാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ രാജ്യത്ത് എന്താണ് ഓൾഡ് ഏജ് പീപ്പിളിന് എന്താണ് ഒരു പ്രത്യേക ഒരു സോഷ്യൽ ഒരു
പദവി, ഒരു പ്രിവിലേജ് ഒക്കെ നൽകുന്നു എന്ന് മനസ്സിലാക്കുക. സോ പല രാജ്യങ്ങളും പല രീതിക്കാണ് എന്ത് ചെയ്യുക, ഈ ഓൾഡ് ഏജിലുള്ള വ്യക്തികളെ ട്രീറ്റ് ചെയ്യുന്നതെന്നൂടെ മനസ്സിലാക്കുക. സോ അതാണ് ഈ അൺഫേവറബിൾ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് ടുവേർഡ്സ് ഓൾഡ് പീപ്പിൾ എന്നുള്ളത്. അതായത് ചില രാജ്യങ്ങൾ എന്താണ് ഈ ഓൾഡ് ഏജ് പീപ്പിളിന് നല്ല രീതിക്കുള്ള ഒരു സാമൂഹ്യപരമായിട്ടുള്ള ചുറ്റുപാടുകൾ ഒരുക്കി കൊടുക്കാറില്ല. ഓക്കെ, സോ അതവർ അവരുടെ ആ ഒരു പീരീഡിലെ ഒരു സവിശേഷതയായിട്ട് നമുക്കത് പറയാനായിട്ട് കഴിയും. ഓക്കെ, ആൻഡ് നമ്മൾ ഇത്രയും നേരം എന്താണ് ഓൾഡ് ഏജ് പീപ്പിളിൻ്റെ അവരുടെ ഒരു സവിശേഷത, ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നോക്കിയത്. നെക്സ്റ്റ്, ജനറലി ഓൾഡ് ഏജ് ഈസ് കൺസിഡേർഡ് ആസ് എ പ്രോബ്ലം ഈച്ച് ദ മേജർ പ്രോബ്ലംസ്. നെക്സ്റ്റ്, ജനറലായിട്ട് ഉള്ളൊരു, അതായത് ഇവിടെ ഫേസ് ചെയ്യുന്ന ഓൾഡ് ഏജിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം തന്നെയാണ് ജനറലി ഒന്ന് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നമ്മൾ അതിൽ നേരത്തെ പറഞ്ഞ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത അവരുടെ സവിശേഷതകളെല്ലാം തന്നെ ഇടയ്ക്ക് ഇതിനകത്തും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ലോസ് ഓഫ് ജനറൽ അട്രാക്റ്റീവ്നെസ്, അതായത് എന്താണ് അട്രാക്റ്റീവ്നെസ് കുറയും അല്ലേ ഓൾഡ് ഏജിൽ. കാണാനായിട്ടുള്ള ഭംഗിയൊക്കെ പോകും, അവർക്ക് ഇൻകം ഉണ്ടായിരിക്കില്ല, അവർക്കൊരു വരുമാനം ഇല്ല. സോ അപ്പോൾ എന്താണ് അവരോടുള്ളൊരു ആ ഒരു വ്യക്തിയോടുള്ള ഒരു അട്രാക്റ്റീവ്നെസ് അവിടെ കുറയുന്ന ഒരു പീരീഡാണ് ഓൾഡ് ഏജ് എന്ന് നമുക്ക് പറയാം. ആ ലോസ് ഓഫ് പ്രൊഡക്ടിവിറ്റി നമ്മൾ പറഞ്ഞു അല്ലേ, പ്രൊഡക്ഷനൊക്കെ കുറയുന്ന ഒരു പീരീഡാണ് ലോസ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഇൻ ദ മാറ്റർ ഓഫ് വേർഡ് ആൻഡ് മണി. ഓക്കെ, വർക്ക് ആൻഡ് മണി, അതായത് തൊഴിൽ രംഗത്ത് അവരുടെ ഒരു പ്രൊഡക്ടിവിറ്റി കുറയും അല്ലേ, അവർക്ക് വയസ്സായി, അവർക്ക് ചെയ്യാനുള്ളൊരു ആരോഗ്യമില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് അവർക്ക് അധ്വാനിച്ചാലല്ലേ കാശ് വരുമാനം കിട്ടത്തുള്ളൂ. സോ അധ്വാനിക്കാനുള്ള കഴിവ് കുറയുമ്പോൾ എന്താണ് അവർക്ക് സ്വാഭാവികമായിട്ടും വരുമാനവും കുറയും എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ്സ് എ മാറ്റർ ഓഫ് വർക്ക് ആൻഡ് മണി, ഇറ്റ്സ് ലോ ഓഫ് പ്രൊഡക്ടിവിറ്റി ഇൻ ദ മാറ്റർ ഓഫ് വർക്ക് ആൻഡ് മണി എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഒന്ന് സമപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്, ഫീലിംഗ് യൂസ്ലെസ്, അതായത് താനൊന്നിനും കൊള്ളില്ല, എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല, എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് ഓർമ്മക്കുറവുണ്ട്, എനിക്കൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ഒരു, അതായത് ഞാനിനി ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു തോന്നൽ ഈ ഒരു പീരീഡിൽ, ഓൾഡ് ഏജ് പീരീഡിൽ വ്യക്തികൾക്ക് സ്വയം തോന്നാറുണ്ട്. സോ ഇതും ഓൾഡ് ഏജ് പീരീഡിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാം, ഫീലിംഗ് ഓഫ് യൂസ്ലെസ്നെസ്. ഓക്കെ, യൂസ്ലെസ്. ഓക്കെ, ആൻഡ് ഡിറ്റീരിയറേഷൻസ് ഓഫ് സെൻസറി ഓർഗൻസ്. ഓക്കെ, അതായത് അവിടെ പല സെൻസറി ഓർഗൻസ് മീൻസ് കാഴ്ചശക്തി കുറയും, കേൾവി ശക്തി കുറയും, ആൻഡ് അതുപോലുള്ള മീൻസ് എന്താണ് അവരുടെ എന്താണ് സ്പർശനം അതൊക്കെ മീൻസ് അവർക്ക് തൊടുമ്പോഴത്തേക്ക് പെട്ടെന്ന് അറിയാനൊന്നും പറ്റില്ല. അങ്ങനെ അവരുടെ ആ ഒരു മീൻസ് സെൻസറി ഓർഗണിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യപ്പെടും, ഡിക്ലൈൻ ചെയ്യപ്പെടും ഈ ഒരു പീരീഡിൽ, അതായത് ഈ ഒരു ഓൾഡ് ഏജ് പീരീഡിൽ. ഓക്കെ, സോ ഇതും അവിടെ ഒരു ഓൾഡ് ഏജ് പീരീഡിൻ്റെ ഒരു സവിശേഷതയായിട്ട് പറയാം, ഡിറ്റീരിയറേഷൻ ഓഫ് സെൻസറി ഓർഗൻസ്. ആൻഡ് ലോൺലിനെസ്, അതായത് ഒറ്റപ്പെടൽ അവർ ഫീൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഫേസ് ചെയ്യാറുണ്ട്. സോ അതും ഈ ഓൾഡ് ഏജ് പീരീഡിൻ്റെ ഒരു സവിശേഷതയായിട്ട് പറയാം. നെക്സ്റ്റ്, ഇൽ ഹെൽത്ത്, അതായത് അവർക്ക് എന്താണ് ആരോഗ്യമില്ലാത്തൊരു സിറ്റുവേഷൻസ്, അല്ലാതെ ആരോഗ്യ കുറവൊക്കെ സംഭവിക്കുന്ന ഒരു പീരീഡാണ് ഓൾഡ് ഏജ് എന്നുള്ളത്. സോ അതും എന്താണ് ഓൾഡ് ഏജിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാം. ഓക്കെ, നെക്സ്റ്റ്, ഫിനാൻഷ്യൽ വറീസ്, അതായത് എന്താ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ വരുമാനം അവർക്ക് കുറയുന്ന ഒരു പീരീഡാണ് ഓൾഡ് ഏജ് അല്ലേ. റിട്ടയർമെൻ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്താണ് പെൻഷനെയൊക്കെ ആശ്രയിച്ച് അല്ലെങ്കിൽ എന്താണ് മക്കളെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അവർക്ക് അയ്യോ എന്നൊക്കെ ഹോസ്പിറ്റലിൽ ഈ ഓൾഡ് ഏജ് എത്തുമ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ഹോസ്പിറ്റലൊക്കെ പോകണമെങ്കിൽ ഒരുപാട് കാശിൻ്റെയൊക്കെ ആവശ്യം വരും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, മക്കളോടോ കൊച്ചുമക്കളോടൊക്കെ പോയി ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അവർക്ക് അയ്യോ എൻ്റെ കയ്യിൽ കാശില്ലല്ലോ, എനിക്ക് അവരോട് എൻ്റെ മക്കളോട് ചോദിക്കേണ്ടി വരുന്നല്ലോ, അങ്ങനെ ഒരു ടെൻഷൻ, ഒരു വറീസ് അവർക്കുണ്ടാകും. ഓക്കെ, സോ അതാണ് ഉദ്ദേശിക്കുന്നത്. ഫിനാൻഷ്യൽ വറീസും ഈ ഓൾഡ് ഏജ് പീപ്പിളിൻ്റെ ഒരു സവിശേഷതയാണ്. നെക്സ്റ്റ്, ഡിക്ലൈൻ ഇൻ മെൻ്റൽ ഫങ്ഷനിങ്. എന്താണ് ഡിക്ലൈൻ ഇൻ മെൻ്റൽ ഫങ്ഷനിങ്, അതായത് ഓൾഡ് ഏജ് പീപ്പിളിലെ അവരുടെ ഒരു മെൻ്റൽ എബിലിറ്റി അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ എബിലിറ്റിയൊക്കെ കുറയുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും അല്ലേ, ഡിക്ലൈൻ ഇൻ മെൻ്റൽ ഫങ്ഷനിങ്. ഓക്കെ, അവർക്ക് പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷനൊക്കെ വരും. സോ അതെന്താണ് ഓൾഡ് ഏജ് പീപ്പിളിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാം. ആൻഡ് ഡിക്ലൈൻ ഇൻ സോഷ്യൽ കോണ്ടാക്ട്, അവർക്ക് സാമൂഹികപരമായിട്ടുള്ള ഒരു ഇടപാടുകൾ മീൻസ് ആ ഒരു ഇൻ്ററാക്ഷൻസ് ഒക്കെ കുറയും അല്ലേ. വീട്ടിലൊതുങ്ങി കൂടുമ്പോഴത്തേക്കും റിട്ടയർമെൻറ്റിന് ശേഷം വീട്ടിലൊതുങ്ങി കൂടുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവർ ജോലി സ്ഥലത്തൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടൊക്കെ ഭയങ്കര മിംഗ്ലിങ് ആയിരിക്കും, അവരുമായിട്ടൊക്കെ ഭയങ്കര കമ്പനി ഉണ്ടായിരിക്കും. എന്താണ് അവരുടെ ഒരു കോൺടാക്റ്റ് അല്ലെങ്കിൽ പരസ്പരം സംഭാഷണമൊക്കെ ഉണ്ടായിരിക്കും. ആൻഡ് റിട്ടയർമെൻറ്റിനൊക്കെ ശേഷം വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, വീട്ടിൽ കുട്ടികളും കൊച്ചുമക്കളും ഒക്കെ മാത്രമേ കാണത്തുള്ളൂ, പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ല, അവർക്ക് ആരുമായിട്ട് എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. സോ അവിടെ എന്താണ് സോഷ്യൽ കോൺടാക്റ്റ്, സാമൂഹികപരമായിട്ടുള്ള ഇടപെടലുകൾ അവിടെ കുറയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ അതും എന്താണ് ഓൾഡ് ഏജ് പീപ്പിളിൻ്റെ ഒരു സവിശേഷതയാണ്. ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി ആൻഡ് സെൽഫിഷ്നെസ്, അതായത് താൻ സുരക്ഷിതമല്ല എന്നുള്ളൊരു തോന്നൽ ഈ ഒരു പീരീഡിൽ ഉണ്ടാകും. ഓക്കെ, അതായത് കുട്ടികൾ ആൻഡ് കൊച്ചുമക്കളൊക്കെ
ജോലിക്കായിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പഠിക്കാനൊക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്ക് വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും ഈ പാരൻസ് അല്ലേ, അല്ലെങ്കിൽ ഈ ഓൾഡ് ഏജിലുള്ള അച്ഛനമ്മമാർ, അതായത് മുത്തശ്ശനോ മുത്തശ്ശിയൊക്കെ എന്ത് ചെയ്യുക, വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും അല്ലേ. അപ്പോൾ അവർക്ക് എന്താ, ഞാൻ സുരക്ഷിതമല്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാകും. ഓക്കെ, മീൻസ് അതുപോലെ തന്നെ എന്താണ്, അവർക്ക് പല കാര്യങ്ങളിലും ഒരു സെൽഫിഷ്നെസ് ഉടലെടുക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഈ ഒരു പീരീഡിലുണ്ട്. ഓക്കെ, ഡിമാൻഡിങ് അറ്റൻഷൻ ആൻഡ് അൺവില്ലിങ്നെസ് ടു ഡു ഓൺസ് ഷെയർ ഓഫ് വർക്ക്. അതായത് ഇപ്പോൾ ഓൾഡ് ഏജിൽ എത്തുമ്പോഴത്തേക്കും പാരൻസിന് തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ തന്നെ കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല, കൊച്ചുമക്കൾ ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ അറ്റൻഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചില പ്രവൃത്തികളൊക്കെ അവർ മീൻസ് വയ്യാത്ത പോലെയൊക്കെ കുറച്ചുകൂടെ ആക്ട് ചെയ്യുക. മീൻസ് കുറച്ച് വയ്യായിരിക്കും, പിന്നെ പറയും എനിക്ക് ഒട്ടും വയ്യ, എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല, മീൻസ് നീ ഇവിടെ ഇരിക്കുക, മോൾ ഇവിടെ ഇരിക്കുക, ഇങ്ങനെയൊക്കെ മീൻസ് അവരെ ഒന്ന് ശ്രദ്ധിക്കണം, ആ ഒരു അറ്റൻഷൻ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അവർ അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും അവർ ചെയ്യുക അല്ലേ. സോ അതും ഈ ഓൾഡ് ഏജിൻ്റെ ഒരു സവിശേഷതയാണ്. ആൻഡ് കോഷ്യസ്, കൺസർവേറ്റീവ് ആൻഡ് റിലീജിയസ്. ആൻഡ് ഈ ഒരു പീരീഡിൽ എന്താണ്, ഭയങ്കര കൺസർവേറ്റീവ് ആയിരിക്കും, ഭയങ്കര റിലീജിയസ് ആയിരിക്കും അല്ലേ, മതപരമായിട്ടുള്ള കാര്യങ്ങളിലോട് വിശ്വാസം കുറച്ച് കൂടുതലായിരിക്കും. വീട്ടിലിരിക്കുന്ന സമയത്ത് എന്താണ്, പ്രാർത്ഥന അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും അല്ലേ. ഫീലിംഗ് ഓഫ് ഇൻഅഡിക്വസി, അതായത് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് അവർ അപര്യാപ്തമാണെന്നുള്ളൊരു തോന്നൽ. ആൻഡ് റിജക്ഷൻ, പല കാര്യങ്ങളെയും നിരസിക്കുന്നത്. ആൻഡ് സെൽഫ് പിറ്റി, റിജിഡിറ്റി ആൻഡ് ഗാറ്റിവിസം, ഇതുപോലുള്ള പല ഫീലിങ്സ് ആയിരിക്കും ഇവർക്ക് ഈ ഒരു ഓൾഡ് ഏജ് പീരീഡിലുള്ള വ്യക്തികൾക്ക് ഉണ്ടാവുക. പല കാര്യങ്ങളെയും നിഷേധിക്കുക, ആൻഡ് ഒരു സെൽഫായിട്ടുള്ള മീൻസ് ഭയങ്കര റിജിഡായിട്ടുള്ള ഒരു റൂഡായിട്ടുള്ള ഒരു ക്യാരക്ടർ. അതുപോലെ തന്നെ എന്താണ്, താനൊന്നിനും മീൻസ് അപര്യാപ്തമാണ്, അല്ലെങ്കിൽ മീൻസ് ഞാനൊന്നിനും ഓക്കെ അല്ല എന്നുള്ളൊരു തോന്നൽ. ഇതുപോലുള്ള ഫീലിങ്സൊക്കെ ഈ ഓൾഡ് ഏജിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാം. ഓക്കെ, സോ അപ്പോൾ നമ്മളിവിടെ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഓൾഡ് ഏജ് പീപ്പിളിലെ വ്യക്തികൾ അല്ലെങ്കിൽ ഓൾഡ് ഏജിൽ ഫേസ് ചെയ്യുന്ന ചില സവിശേഷതകൾ അല്ലെങ്കിൽ ഓൾഡ് ഏജിൻ്റെ സവിശേഷതകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പ്രധാനമായിട്ടുള്ള പോയിൻറ്റ്സുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം എല്ലാം ഒന്ന് സമ്മപ്പ് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ കുറച്ച് പോർഷൻസാണ് നമ്മൾ നോക്കിയത്. ഫസ്റ്റ് ഓഫ് ഓൾ ഓൾഡ് ഏജ് പീപ്പിളിലെ ഓൾഡ് ഏജ് പീരീഡിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കി. ആൻഡ് അതിനുശേഷം ഓൾഡ് ഏജുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില കോൺസെപ്റ്റുകളെ കുറിച്ച് നോക്കി. നമ്മൾ അതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ്ലി വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, ജെറൻഡോളജി. ആൻഡ് അതിനുശേഷം നമ്മൾ എന്താണ്, ഓൾഡ് ഏജ് പീപ്പിളിൻ്റെ സവിശേഷത, ഓൾഡ് ഏജ് പീപ്പിൾ ഇൻ ഇന്ത്യ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് നമ്മൾ നോക്കി. ആൻഡ് ജനറൽ ആയിട്ടുള്ള അവരുടെ സവിശേഷതകൾ, ഓൾഡ് ഏജ് പീപ്പിളിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, വാട്ട് ആർ ദ വേരിയസ് ലൈഫ് stages a human being passes through? Option A, infancy, childhood, adolescence, adulthood, old age. Option B, infancy, teenage, middle age, seniority. Option C, birth, youth, adulthood, retirement. Option D, learning, earning, saving and retirements. അതിലേതാണ് ആൻസർ ആയിട്ട് വരിക? മീൻസ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓപ്ഷൻ എ ആണ്, ഇൻഫൻസി, ചൈൽഡ്ഹുഡ്, അഡോളസെൻസ്, അഡൽഹുഡ് ആൻഡ് ഓൾഡ് ഏജ്. ഇത് നമ്മൾ സോഷ്യൽ വർക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലേ. ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യമാണിത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ്? തന്നിരിക്കുന്നത് തെറ്റായിട്ടുള്ളത് ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ following statements are incorrect. Okay, first statement, individual differences in aging can be influenced by heredity, socio-economic status and educational background. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ആൻഡ് നെക്സ്റ്റ്, by 2015 the elderly population in India is expected to decrease as a percentage of the total population. expected to decrease എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ, തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻഡ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, the sex ratio of the elderly in India shows a declining trends of women compared to men. ഓക്കെ, അതും തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അതായത് സെക്സ് റേഷ്യോ ഓൾഡർ പീപ്പിളിൻ്റെ അല്ലെങ്കിൽ വയസ്സാകുന്ന അല്ലെങ്കിൽ വാർദ്ധക്യത്തിലുള്ള വ്യക്തികളുടെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്, ഓൾഡർ പീപ്പിളിൻ്റെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് അതിൽ ഫീമെയിൽ പോപ്പുലേഷൻ കൂടുതലാണ് ആൻഡ് മെയിൽ പോപ്പുലേഷൻ കുറവുമാണ് കേട്ടോ. അത് നമ്മൾ ചില കോൺസെപ്റ്റ് ഫെമിനിസിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റൊക്കെ നമ്മൾ ഈ ഒരു പ്രോബ്ലവുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കും. ഓക്കെ, സോ അതിനകത്ത് നമ്മൾ ആ ഒരു പോർഷനൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അത് മനസ്സിലാക്കുക. അപ്പോൾ ദ സെക്സ് റേഷ്യോ ഓഫ് ദ എൽഡർലി ഇൻ ഇന്ത്യ ഷോസ് എ ഡിക്ലൈനിങ് ട്രെൻഡ് ഓഫ് വുമൺ കമ്പയർഡ് ടു മെൻ എന്ന് പറയുന്നത് തെറ്റാണ്, നേരെ ഓപ്പോസിറ്റാണ് വരേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ട് വരുന്നത്. ആൻഡ് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മെനി എൽഡർലി പീപ്പിൾ ആർ ഇൻവോൾവ് ഇൻ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ആൻഡ് മെനി ടേക്ക് കെയർ ഓഫ് ദെയർ ഗ്രാൻഡ് ചിൽഡ്രൻ. അത് എന്താണ് തെറ്റായിട്ടുള്ളൊരു
മെനി എൽഡർലി പീപ്പിൾ ആർ ഇൻവോൾവ് ഇൻ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് മീൻസ് അതൊരു ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, മെനി എൽഡർലി പീപ്പിൾ ആർ ഇൻവോൾവ് ഇൻ ഹൗസ് ഹോൾഡ്സ് ആക്ടിവിറ്റീസ് ആൻഡ് മേ ടേക്ക് കെയർ ഓഫ് ദെയർ ഗ്രാൻഡ് ചിൽഡ്രൻ. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ 2ഉം 3ഉം തെറ്റാണ്. 2, 3 തെറ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ റോൾ ഓഫ് ഓൾഡ് പീപ്പിൾ ഇൻ സൊസൈറ്റി? Option A, primary earners in the family. Option B, main consumer of resources. Option C, most activities members of the community. And option D, carriers and transmitters of traditions. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, carrier and transmitters of tradition എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ദ ഏജിങ് പ്രോസസ്സ്? ഓപ്ഷൻ എ, ടെമ്പററി ആൻഡ് റിവേഴ്സിബിൾ. ഓപ്ഷൻ ബി, കണ്ടിന്യൂസ് ആൻഡ് ഇറിവേഴ്സിബിൾ. ആൻഡ് ഒക്കേഷണൽ ആൻഡ് പ്രഡിക്റ്റബിൾ ആൻഡ് സ്പൊറാഡിക് ആൻഡ് കൺട്രോളബിൾ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണല്ലേ, കണ്ടിന്യൂസ് ആൻഡ് റിവേഴ്സിബിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, at what age is unlikely considered to begin the aged stage of life according to societal standard? Option A, 50 years. Option B, 16 years. Option C, 70 years. Option D, 65 years. അപ്പോൾ ആൻസർ 60 years ആണ്. 60+ ആണല്ലേ നമ്മൾ പറഞ്ഞത്. ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? തന്നിരിക്കുന്നത് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ, കറക്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ജെറൻഡോളജി ഇസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓർ ഏജിങ് ആൻഡ് ദ പ്രോബ്ലം അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. അല്ലെങ്കിൽ ഓൾഡ് ഏജിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഓൾഡ് ഏജിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണെന്ന് പറയുന്നത് ജെറൻഡോളജി എന്നുള്ളത്. അത് ശരിയാണ്. ആൻഡ് ജെറിയാട്രിക്സ് ഫോക്കസസ് ഓൺ ദ ഹെൽത്ത് കെയർ ഓഫ് എൽഡർലി പീപ്പിൾ ആൻഡ് നോട്ട് ജസ്റ്റ് ജനറൽ മെഡിക്കൽ പ്രാക്ടീസ്. ഓക്കെ, അതും എന്താണ് ശരിയായിട്ട് വരും. ഓക്കെ, എന്താണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് കെയർ അല്ലെങ്കിൽ എൽഡർ പീപ്പിളിന് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നു. അതൊരു മെഡിക്കൽ പ്രാക്ടീസ് മാത്രമല്ല, അതിലൂടെ ആ ഒരു മെഡിക്കൽ പ്രാക്ടീസിലൂടെ എന്താണ് എൽഡർ പീപ്പിൾ അല്ലെങ്കിൽ ഓൾഡ് ഏജിലുള്ള വ്യക്തികൾക്ക് എന്താണ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ നാഷണൽ എൽഡർലി പോളിസി ഡിഫൈൻസ് ഇൻഡിവിജ്വൽസ് ഏജ്ഡ് 50 ആൻഡ് എബോവ് ആസ് എൽഡർലി. അപ്പോൾ 50 അതിന് മുകളിലുള്ള ആ ഒരു ഏജ് പീരീഡ് എൽഡർ പീപ്പിളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. 60+ ആണ് അല്ലേ, 50+ അല്ല 60+ ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആൻഡ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഏജിങ് ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ്. അത് റിവേഴ്സിബിൾ പ്രോസസ് ആണോ? അല്ല, ഇറിവേഴ്സിബിൾ ആണ് അല്ലേ. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമുക്ക് ആ ഒരു പോയിന്റ്, ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അല്ലേ. ഏജിങ് ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ് ദാറ്റ് ക്യാൻ ബി സ്റ്റോപ്ഡ് ഓർ റിവേഴ്സ്ഡ് ത്രൂ മോഡേൺ മെഡിസിൻസ്. ഓക്കെ, അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ 1, 2 ആണ് ശരി. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how does the national elderly policy define a senior citizen in India? Any who is 50 years or older, any who is 55 years or older, any who is 60 years or older, anyone who is 65 years or older. അപ്പോൾ എന്താണ് 60 years older ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the focus of the social defense divisions of the Ministry of Social Justice and Empowerment? Option A, senior citizens and other vulnerable group. Only A, senior citizens, children and adolescents, working professionals and entrepreneurs. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, സീനിയർ സിറ്റിസൺസ് എന്നത് വൾണറബിൾ ഗ്രൂപ്പാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മിനിസ്ട്രി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ വെൽഫെയർ ഓഫ് സീനിയർ സിറ്റിസൺ ഇൻ ഇന്ത്യ? എന്താണ്? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ആണ് അല്ലേ. നമുക്ക് ഓപ്ഷൻ പോലും വായിക്കാൻ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. നമ്മൾ 2-3 പ്രാവശ്യം അത് ആവർത്തിച്ച് പറഞ്ഞതാണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how does the Ministry of Social Justice and Empowerment support senior citizens? By providing educational scholarship, by developing and implementing acts, policies and programs. Option C, by offering exclusive economic benefits. Option D, by creating employment opportunities. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, by developing and implementing acts, policies and programs. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് പ്രോബ്ലം ഓഫ് എൽഡർലിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ജസ്റ്റ് ഒരു ബേസിക് ക്ലാസ്, ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. ആൻഡ് അതുമായി ബന്ധപ്പെട്ടിട്ട് എൽഡർലി പീപ്പിളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില കോൺസെപ്റ്റുകളെക്കുറിച്ചും ആൻഡ് എൽഡർ പീപ്പിളിൻ്റെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ദെൻ താങ്ക് യു ആൾ.